So good morning all. So gold next week analysis gold next week. Next week next month. Okay. Next month analysis gold. So monthly chart because monthly chart important. Important candle bearish evidence next month fall ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം monthly chart എന്താ condition നോക്കാം monthly chart നോക്കുമ്പോൾ there is no new selling evidence ഒന്നും തന്നെ ഇല്ല monthly chartലെ candleന്റെ condition ഇതാണ് okay gold 4519 ലെവലിൽ നിന്ന് 4099 ലെവൽ വരെയാണ് fall ഉണ്ടായിരിക്കുന്നത് ഈ മാസം ഓക്കേ ഈ മാസം ക്യാൻഡലിന്റെ കണ്ടീഷൻ നോക്കുമ്പോൾ വീണ്ടും ഹാമർ സ്റ്റിക്ക് ക്യാൻഡിൽ ആണ് ഹാമർ സ്റ്റിക്ക് ക്യാൻഡിൽ വിത്ത് അൾട്രാ വോളിയം ഹൈ സെൽ ആണ് ഓക്കേ ബട്ട് ഒരു സെല്ലിംഗ് എവിഡൻസും അത് ഇട്ടിട്ടില്ല monthly chart നോക്കുമ്പോൾ monthly ചാർട്ടിൽ ഒരു ഡിമാൻഡ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഓക്കേ സോ അതായത് നെക്സ്റ്റ് മന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മന്തിൽ ഈ ഒരു ഫോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് monthly ചാർട്ടിൽ ഡിമാൻഡ് ലെവൽ എടുക്കണമെങ്കിൽ 3500 ലെവൽ വരെ ഫോളോ ചെയ്യണം 3500 ലെവൽ വരെ ഓക്കേ 3500 ലെവലിലാണ് നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ ഉള്ളത് ഗോൾഡിന്റെ monthly ചാർട്ട് അതായത് നെക്സ്റ്റ് മന്തിൽ ഒരു ഫോൾ വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ ഒരു ഫോൾ വന്നാൽ ഈ ലെവൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കേ ബട്ട് സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇനി നോക്കേണ്ടത് RSI ലെവൽ ചെക്ക് ചെയ്യണം RSI ലെവൽ നോക്കുമ്പോൾ RSI ലെവൽ സെൽ ഏരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ് ഓക്കേ ഇപ്പോൾ 66 ലെവലിലാണ് സോ ഈ ഒരു ഫോൾ നെക്സ്റ്റ് മന്തിൽ അതായത് നെക്സ്റ്റ് ഏപ്രിൽ മന്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് ഈ ഒരു ലെവൽ ഡിമാൻഡ് ലെവൽ വരെ പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഓക്കേ മന്ത്ലി ചാർട്ടിനെ ബേസ് ചെയ്ത് ഉള്ള മൂവ്മെന്റ് ഓക്കേ ബട്ട് നമുക്കറിയാം ഗോൾഡിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഒരു ഓവർബ്രോട്ട് കണ്ടീഷനിലായിരുന്നു 100ലായിരുന്നു കണ്ടോ RSI 100ലായിരുന്നു കുറേ മാസങ്ങൾ RSI 100 ലെവലിലായിരുന്നു സോ അതിനുശേഷം ഉണ്ടായ ഹെവി റിജക്ഷൻ ആണ് ഈ ഒരു മാസത്തിൽ ഉണ്ടായത് ഗോൾഡ് നല്ലൊരു കറക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഓക്കേ സോ ഇതാണ് മന്ത്ലി ചാർട്ട് ബേസ് ചെയ്ത് നമുക്ക് തരാനുള്ള ഒരു മൂവ്മെന്റ് മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് അതായത് ഈ സെൽ മൂവ്മെന്റ് അതായത് 2 ദിവസം കൂടി ഉള്ളൂ ഇനി ഈ മാർക്കറ്റ് എൻഡ് ആവാനായിട്ട് ഇനി 2 ദിവസമാണ് ഉള്ളത് ഓക്കേ സോ ഇപ്പോഴേ ഈ ക്യാൻഡിൽ ഈ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഡിമാൻഡ് ലെവലിലോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട് അത് മേ ബി നെക്സ്റ്റ് മന്തിലായിരിക്കാം സംഭവിക്കുക ഓക്കെ ബട്ട് സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇപ്പോഴില്ല നിലവിൽ മന്ത്ലി ചാർട്ടിൽ ഒരു സെല്ലിംഗ് എവിഡൻസും ഇല്ല ഈ ക്യാൻഡിൽ കഴിഞ്ഞ വീക്കിൽ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ക്യാൻഡിലിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലിംഗ് എവിഡൻസ് ആയിട്ട് നിൽക്കുമായിരുന്നു ബട്ട് അങ്ങനെയല്ല അതിൽ ഹെവി ആയിട്ടുള്ളൊരു ഫോൾ സംഭവിച്ചു അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിൽ ഈ ബൈ ക്യാൻഡിലിൻ്റെ വോളിയം കണ്ടോ അതിനേക്കാൾ മുകളിലാണ് ഇപ്പോൾ ഈ ഒരു
റിജക്ഷൻ ക്യാൻഡിലിൽ ഉണ്ടായിരിക്കുന്ന വോളിയം. ഓക്കെ, സോ ഇതാണ് മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് തരാനുള്ള എവിഡൻസ്. മൂവ്മെൻറ്റുകൾ. ഓക്കെ, എവിഡൻസ് ഒന്നുമില്ല, ഒന്നുകൂടി പറയാം. സെല്ലിംഗ് എവിഡൻസ് മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഡേ ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ഡേ ചാർട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഗോൾഡ് ഡേ ചാർട്ട് ഇതാണ് കണ്ടീഷൻ. ഡേ ചാർട്ടിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുമ്പോൾ ഒരു പാറ്റേൺ വൈസ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് കണ്ടോ, ഗോൾഡ് മന്ത്ലി ചാർട്ടിലെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിലാണ് വീണത്. ബട്ട് നമുക്ക് അവിടെ സെല്ലിംഗ് എവിഡൻസ് ഒന്നുമില്ല മന്ത്ലി ചാർട്ടിൽ. മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡേ ചാർട്ടിൻ്റെ അനാലിസിസിന് മുന്നേ നമുക്ക് വീക്ക്ലി ചാർട്ട് ഒന്ന് നോക്കാം. വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ വീക്ക്ലി ചാർട്ട് ഇതാണ് കണ്ടീഷൻ. ഗോൾഡ് വീക്ക്ലി ചാർട്ട് മേ ബി ഓവർസോൾഡ് കണ്ടീഷനിലായിരിക്കാം, നോക്കാം. തൽക്കാലം ഈ ഡ്രോയിങ്സ് ഒന്ന് ഒഴിവാക്കാം. നോ ഡിമാൻഡ് ക്യാൻഡിലാണ് വീക്ക്ലി ചാർട്ട് വീണിരിക്കുന്നത്. ഇതൊരു നോ ഡിമാൻഡ് ക്യാൻഡിലാണ്. ദാറ്റ് മീൻസ് നോ ഡിമാൻഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് എഗെയിൻ വീണ്ടും ഫോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഗോൾഡ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഈ ഒരു ഡിമാൻഡ് ലെവലിൽ ടെസ്റ്റ് ചെയ്തു. ഈ ഡിമാൻഡ് ലെവലിൽ ടെസ്റ്റ് ചെയ്തു, ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത ഈ ക്യാൻഡിൽ, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നോ ഡിമാൻഡ് ക്യാൻഡിലാണ്. സോ ഇനി വീണ്ടും ഫർദർ ഈ ഡിമാൻഡിലേക്ക് ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ വീണ്ടും ഈ ഡിമാൻഡ് ഏരിയയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വന്നാൽ ഈ ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഡിമാൻഡ് ഏരിയയ്ക്ക് ബിലോ ഉള്ള എന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ അവിടെ ക്ലിയർ സെല്ലേരിയ ആണ്. മാത്രമല്ല ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് പ്രീവിയസ്ലി റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട് വീക്ക്ലി ചാർട്ടിൽ. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റിൽ ഇട്ടതാണ്. എനിക്ക് 2025 ഓഗസ്റ്റ് 11 ഈ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മറ്റേ ഫെഡ് ചെയർമാൻ ജെറോം പോളിന്റെ സ്പീച്ച് വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ആ ഒരു സമയത്ത് ജെറോം പോളിന്റെ സ്പീച്ച് വന്നിട്ട് ആ ഒരു വീക്കിൽ ഒരു ബിയറിഷ് മൂവ്മെന്റ് ഉണ്ടായി ഗോൾഡിൽ. ബട്ട് അതിനുശേഷം പിന്നെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാലിയായിരുന്നു, ബുള്ളിഷ് റാലി, വിത്തൗട്ട് എവിഡൻസിലുള്ള റാലിയായിരുന്നു. ഓക്കെ, വീക്ക്ലി ചാർട്ടിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. വീക്ക്ലി ചാർട്ടിൽ ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് കിടപ്പുണ്ട്. ഓക്കെ, സോ ഈ ഡിമാൻഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഗോൾഡ് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. വീണ്ടും ഈ ഡിമാൻഡ് ഏരിയയിലേക്ക് വന്നു. ഡിമാൻഡ് ഏരിയ വീണ്ടും ടെസ്റ്റ് ചെയ്ത് അവിടുന്ന് ഫോളോ വന്നാൽ പിന്നീടുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ സെൽ ഏരിയ ആണ്. നിങ്ങൾ നോക്കുക, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ക്ലിയർ സെൽ ഏരിയ ആണ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഈസി ആയിട്ട് ഇങ്ങോട്ട് ഫോളോ വരും. അങ്ങനെയാണെങ്കിൽ ഈ സെൽ എവിഡൻസ് എടുത്തിട്ട് പോകും. ഓക്കെ, നമ്മൾ മന്ത്ലി ചാർട്ടിൽ പറഞ്ഞു, ഇതാണ് മന്ത്ലി ചാർട്ടിൻ്റെ അവസ്ഥ. മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ടും ആ ഒരു ഏരിയയിലേക്കാണ് ഇനി മൂവ്മെൻറ്റ് വരാനുള്ളത്. അതായത് നെക്സ്റ്റ് മന്തിൽ ഈ ഫോള് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഏരിയയിലേക്ക് വരും. ഈ ഏരിയയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള ഈ ഫോള് കണ്ടിന്യൂ ആണെങ്കിൽ. ബട്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ചാർട്ടിൽ ദെയർ ഈസ് നോ സെല്ലിംഗ് എവിഡൻസ്. ഈ ക്യാൻഡിൽ എന്തായിരിക്കുന്നത് സെല്ലിംഗ് എവിഡൻസിലല്ല. ബട്ട് ഇപ്പോഴിത് നിൽക്കുന്നത് ഒരു ബിയറിഷ് ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലായിട്ടാണ് വിത്ത് ലോവർ വിക്ക് ഉണ്ട്. ഓക്കെ, സോ ഈ ലോവർ വിക്കിലേക്ക് വീണ്ടും മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മന്ത്ലി ചാർട്ട് ആയതുകൊണ്ട് അതൊക്കെ ടൈം എടുത്തിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കാം. ഓക്കെ, സോ ഈ ലെവലുകളൊക്കെ
മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോള് വന്നാൽ വീക്കിലി ചാർട്ടിൽ ഒരു ഫോള് വരികയാണെങ്കിൽ വീക്കിലി ചാർട്ടിലെ ഈ സെല്ലിംഗ് എവിഡൻസിനെ എടുക്കാൻ ചാൻസ് കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ 3500 താഴേക്ക് ഫോള് വന്നാൽ 3500 താഴേക്ക് ഫോള് വന്നാൽ പിന്നെ ഈ ഒരു ലെവൽ എടുക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് വീക്കിലി ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് പറയാനുള്ളത്. ഇനി നമുക്ക് ഡേ ചാർട്ട് ഒന്ന് നോക്കാം. ഡേ ചാർട്ടിലെ ഇമ്പോർട്ടൻ്റ് മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഡേ ചാർട്ടിൻ്റെ കണ്ടീഷൻ ഇപ്പോഴും ഇങ്ങനെയാണ്. ഡേ ചാർട്ടിൽ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ പറയാം. ഡേ ചാർട്ടിൽ ഒരു ബൈങ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. അത് എപ്പോഴും എടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഉള്ളത് ബൈങ് എവിഡൻസ് തന്നെയാണ്, ഇതിനെ റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ഒരു ബൈങ് എവിഡൻസ് അതെന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞാൽ 5230 മുകളിലാണ്. അതൊക്കെ ഒരുപാട് സമയം എടുക്കും ആ മൂവ്മെൻ്റ് ഒക്കെ വരണമെങ്കിൽ. ഓക്കെ, ഇപ്പോഴിത് സെൽ ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റിൽ നിൽക്കുവാണ്. എഗെയിൻ ഈ ഒരു ഡിമാൻഡ് ലെവലിലേക്ക് ഇവിടെ നിന്നാണല്ലോ റിജക്ഷൻ വന്നത്. ഈ റിജക്ഷൻ വന്ന ഏരിയയിലേക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രൈഡേയിൽ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് ഒരു ബൈയിങ് എവിഡൻസിലല്ല, വിത്തൗട്ട് ബൈയിങ് എവിഡൻസിലാണ്. നോ ബൈയിങ് എവിഡൻസ്. RSI ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം. വീക്കിലി ചാർട്ടിൻ്റെ RSI ലെവൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ആദ്യം. വീക്കിലി ചാർട്ടിൻ്റെ RSI ലെവൽ നോക്കുമ്പോൾ ഓവർസോൾഡ് ഏരിയയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, 1.53 52, അതായത് ഓവർസോൾഡ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഓവർസോൾഡ് ആയത് കാരണം കൊണ്ടാണ് ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നത്, ഒരു റീട്രേസ്മെൻറ്റ് അപ്പ് ഉണ്ടായത് ഇവിടുന്ന്. കണ്ടോ, അതായത് RSI ഒരു 0 ലെവലിൽ എത്തിയിട്ട് തന്നെ ആവാം ഈ റീട്രേസ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് വീക്കിലി ചാർട്ട് ബേസ് ചെയ്തിട്ട്. ഡേ ചാർട്ട് നോക്കുമ്പോൾ ഡേ ചാർട്ടും ഓവർസോൾഡ് കണ്ടീഷൻ ആയിരുന്നു. അതായത് 4000, അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ് 4097 വരെ ഫോൾ ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനാലിസിസിൽ പറഞ്ഞായിരുന്നു ഡെയിലി ചാർട്ട് 0 ലെവലിലാണ്. അതിനുശേഷമുള്ള ഒരു റീട്രേസ്മെൻറ്റ് അപ്പിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. വീണ്ടും ഇനി ഇങ്ങോട്ട്, അതായത് ഈ ഒരു ഏരിയ ഡിമാൻഡ് ഏരിയയിലേക്ക് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, എഗെയിൻ ഒന്ന് വരച്ച് കാണിക്കാം. എഗെയിൻ ഈ ഒരു ലെവൽ അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും 5000 ലെവലിന് മുകളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. മാർക്കറ്റ് സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. പുതിയ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഡെയിലി ചാർട്ട് നോക്കും. ഓക്കെ, ഡെയിലി ചാർട്ടിൻ്റെ അനാലിസിസ് ഇതാണ് പറയാനുള്ളത്. നമുക്ക് 4 ഹവറിലേക്ക് മൂവ് ചെയ്യാം. 4 ഹവറിലേക്ക് വരുമ്പോൾ 4 ഹവറിൽ എവിടെയും ഒരു ബൈയിങ് എവിഡൻസ് ഇല്ല. ഓക്കെ, റീസെൻറ്റ് നോ ബുള്ളിഷ് എവിഡൻസ് 4 ഹവർ ചാർട്ട്. ഫോർ അവർ ചാർട്ട് ബേസ് ചെയ്തിട്ട്, അതായത് 4 ഹവർ ചാർട്ട് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഡിമാൻഡിലോട്ട് പിന്നെ ഒന്നുകൂടി കയറാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, അതായത് 4600 ലെവലിലേക്ക്. ഞാൻ ആദ്യം ഈ ഡ്രോയിങ് എല്ലാം ഒന്ന് തിരിച്ചെടുക്കട്ടെ. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഫോർ ഹവറിൽ നമുക്ക് മാർക്കിംഗ് എല്ലാം ഉണ്ട്, അവിടേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഫോർ ഹവറിലെ കണ്ടീഷൻ ഇതാണ്. 4 ഹവറിൽ
ട്രെൻഡ് ലൈൻ ബ്രേക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിലോട്ട് വേണമെങ്കിൽ കയറാം, 4600 ലെവലിലേക്ക് കയറാം, അതിനുശേഷം ഫോളോ ചെയ്യാം. ഓക്കെ, 4 അവർ ബേസ് ചെയ്തിട്ട് ഫ്രൈഡേ ലാസ്റ്റ് ക്യാൻഡിൽ, എൻഡായ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു നോ സപ്ലൈ ക്യാൻഡിലായിട്ട് നിൽക്കുകയാണ്. ഒരു ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ നമുക്ക് നീട്ടി വരച്ച് വെക്കാം. കണ്ടോ, ട്രെൻഡ് ലൈൻ ബ്രേക്കാണ്, ട്രെൻഡ് ലൈൻ ബ്രേക്കായി നിൽക്കുകയാണ്. RSI ലെവല് ഒരു ഓവർബ്രോട്ട് ഏരിയയിലോട്ട് കയറിയതേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4600 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ 4550 വരെ മൂവ് ചെയ്തിട്ടാണ് ഫോളോ ചെയ്തത്, 4600 വരെ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം അത് ഫോളോ ചെയ്യാം, ഹെവി ഫോളോ വരാം. ഇനി 3 അവറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. 3 അവർ ജസ്റ്റ് എന്താണ് ചെക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 3 അവറിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കുവാണ്. 3 അവറിൽ പ്രത്യേകിച്ച് എവിഡൻസുകൾ ഒന്നും തന്നെ ഇല്ല. 3 അവർ. ഓക്കെ, 2 അവറിലേക്ക് വരുമ്പോൾ 2 അവറിൽ മാർക്കറ്റ് ഷോസ് എ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്. പ്രീവിയസ് ക്യാൻഡിൽ ഒരു നോ ഡിമാൻഡ് ക്യാൻഡിൽ, സോ അതിനുശേഷം ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്, 2 അവറിൽ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് 2 അവറിനെ ബേസ് ചെയ്തിട്ട് ഇനി ഈ 4493 താഴേക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ടു അവറിൽ റെസ്പെക്ട് ചെയ്യപ്പെടാതെ ഒരു സെല്ലിംഗ് എവിഡൻസ് ഇവിടെ ഉണ്ട്. സോ അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഒരു ഫോൾ വന്നാൽ, അതായത് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇത് റെസ്പെക്ട് ചെയ്യപ്പെട്ട് ഫോൾ ഉണ്ടായിട്ടില്ല. സോ ഇതിനെ റെസ്പെക്ട് ചെയ്തൊരു ഫോൾ വന്നാൽ 4325 താഴോട്ട് വരും. ബട്ട് അതിന് സമയം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, ബട്ട് ടേക്ക് ടൈം. ഓക്കെ, സോ മാർക്ക് ചെയ്ത് വെക്കാം. ഇത് ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ആണ് 2 അവറിൽ. ഇത് ക്ലിയർ സെൽ എവിഡൻസ് ആണ്. ഇതിനെ റെസ്പെക്ട് ചെയ്ത് 2 അവർ ബേസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു ഏരിയ ഒക്കെ വരുവാണെങ്കിൽ ഇത് പിടിക്കാൻ നോക്കാവുള്ളൂ. ബൈ ഏരിയ, ഇത് ബൈ ഏരിയ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് സെല്ലിംഗ് എവിഡൻസ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ 2 അവറിൽ. ഓക്കെ, അടുത്ത, അതായത് മൺഡേയിലും മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇന്ന് ഏർലി മോർണിംഗ് ആണ്, അതായത് 4 മണിയൊക്കെ ആകുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവും. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാകുന്ന മൂവ്മെൻറ്റ് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിൻ്റെ ബൈ ഏരിയ ഇവിടം വരെ ഉണ്ട്, 600 ലെവൽ വരെ ഉണ്ട്. അതിനുശേഷം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും, ഓക്കെ, ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സെൽ ഏരിയ ഇവിടെ ക്ലിയർ ആവാനായിട്ടുണ്ട്, ഈ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്ട് ചെയ്യപ്പെടാനുണ്ട്. സോ അതുകൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ മാർക്ക് ചെയ്ത് വെക്കുക, ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് 2 അവറിലെ അവസ്ഥ. 1 അവറിലോട്ട് വരുമ്പോൾ 1 അവറിൽ എവിടെയും ബൈങ് എവിഡൻസും ഇല്ല, നോ ന്യൂ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, ബട്ട് ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് ഉണ്ട്, കാണിക്കാം.
ഓക്കെ, ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ടൊരു ഫോളോ വന്നിട്ടില്ല. അതായത് ഇവിടെ ഇപ്പം ഒരു സപ്പോർട്ട് എടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 4485 ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. ഇനി ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷുവറായിട്ടും ഇത് മൂവ് ചെയ്യുന്നത് 4430 ലെവലിലേക്കായിരിക്കും 1 അവർ ബേസ് ചെയ്തിട്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സെൽ എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടക്കുകയാണ് ഇവിടെ, കണ്ടോ? അതായത് ഈ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ താഴോട്ട് അടിച്ചാൽ ഈ സെൽ എവിഡൻസിനെ റെസ്പെക്ട് ചെയ്ത് ഫോളോ ചെയ്യും. ഓക്കെ, 1 അവറിൽ അതാണുള്ളത്. 45 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. 45 മിനിറ്റിൽ ഒരു ബൈയിങ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട് റീസെൻറ്റ്. അതിനെ റെസ്പെക്ട് ചെയ്ത് മേളിലോട്ട് കയറി വന്നാൽ 4530 മുകളിലോട്ട് വീണ്ടും. – 45 മിനിറ്റിലെ ഈ സപ്പോർട്ട് ലെവലാണ്. സപ്പോർട്ട് ലെവലിൽ നിൽക്കുകയാണ്. ഈ സപ്പോർട്ട് ലെവലിൽ നിന്നാണ് എടുത്തത് കേട്ടോ. ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, മുപ്പത് മിനിറ്റ് നോക്കുമ്പോൾ 30 മിനിറ്റിൽ ബേസ് ചെയ്ത് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറുവാണെങ്കിൽ വീണ്ടും 600 ലെവൽ. അതല്ല, അടുത്ത ഡിമാൻഡ് ലെവലിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ 4430 ലെവലിലോട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോഴും ഇതിൻ്റെ മൂവ്മെൻറ്റ് സെൽ ഏരിയയിലേക്ക് മൂവ് ചെയ്യാണ്. സെൽ ഏരിയയിലേക്ക് മൂവ്മെൻറ്റ് കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ, ഇതാണ് 30 മിനിറ്റ് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് പറയാനുള്ളത്. 15 മിനിറ്റിലൊക്കെ ഓവർസോൾഡ് ഏരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ആ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വീണ്ടും ഒരു മൂവ്മെൻറ്റ്, അത്രേ ഉള്ളൂ. നേരത്തെ എടുത്തിരിക്കുന്ന സപ്പോർട്ട് ലെവലുണ്ടല്ലോ അവിടേക്ക്, നേരത്തെ സപ്പോർട്ട് ലെവൽ ഇതാണ്. ഈ ഒരു ലെവലിലേക്ക് പിന്നെയും മൂവ് ചെയ്യുന്നു. ഇതാണ് സപ്പോർട്ട് ലെവൽ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. 5 മിനിറ്റിലേക്ക് നോക്കുമ്പോൾ 5 മിനിറ്റിലെ പ്രശ്നം ഇതാണ്. 5 മിനിറ്റിൽ മാർക്കറ്റ് ഓവർസോൾഡ് കണ്ടീഷനിലാണ്, സീറോയിലാണ്. RSI 0 ലെവലിലാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു റീട്രേസ്മെൻറ്റ് അപ്പ് ഉണ്ടാവും. റീട്രേസ്മെൻറ്റ് അപ്പ് ഉണ്ടായതിന് ശേഷമായിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഫോളോ ചെയ്യും. അതിനുള്ള ചാൻസാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് സെൽ എവിഡൻസ് ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് 1 അവറിൽ 2 അവറിൽ അതുപോലെ തന്നെ വീക്കിലി ചാർട്ട് ഇവിടെയൊക്കെയാണ് നമുക്ക് സെല്ലിനുള്ള മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൻ്റെ ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് ബൈയിങ് എവിഡൻസ് വെയിറ്റിംഗ് ഉള്ളത് ഡേ ചാർട്ടിൽ വെയിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ 45 മിനിറ്റിലും ഉണ്ട്. 45 മിനിറ്റിൽ ഒരു ബൈയിങ് എവിഡൻസ് വെയിറ്റിംഗ് ഉണ്ട്. അത് 4520 മുകളിലാണ്. ഓക്കെ, നേരത്തെ സപ്പോർട്ട് എടുത്ത ഈ ഒരു ലെവലുണ്ടല്ലോ, ഈ സപ്പോർട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്യും. 5 മിനിറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് കൂടി കാണിക്കാം. ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ താഴെ പോയിരിക്കും. അതായത് സെൽ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബിലോ ദിസ് ലെവൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ആണ്. 4425 താഴോട്ട്. ഓക്കെ, ബട്ട് ഇതിനെന്ത് ചെയ്യും, സമയമെടുക്കും. കാര്യം ആദ്യം ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ആവണം.
ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ആയാലും നെക്സ്റ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 4469 ലെവലാണ്. അതായത് പ്രീവിയസ് ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഈ സപ്പോർട്ട് 4485 സപ്പോർട്ട് ബ്രേക്ക് ആയാൽ അടുത്ത സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 4465 ലെവലാണ്, 69. ഓക്കെ, 4469. അതുകൊണ്ട് തന്നെ എപ്പോഴും നോക്കുക 4469 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ എടുക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുക. മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ സെൽ പൊസിഷൻസ് ഓപ്പൺ ആക്കാൻ പറ്റും ഇതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, 4425 ടാർഗറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇതാണ് 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഉള്ള മൂവ്മെൻറ്റ് തരാനുള്ളത്. 5 മിനിറ്റിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടല്ലോ, RSI ലെവൽ ഓവർ സോൾഡ് കണ്ടീഷനാണ്. അതുകൊണ്ട് ഒരു തിരിച്ചു കയറ്റം ഉണ്ടാവും, തിരിച്ച് കയറിയിട്ടേ ഫോളോ ചെയ്യത്തുള്ളൂ. ഓക്കെ, ആ തിരിച്ചു കയറ്റമാണ് ഞാൻ പറഞ്ഞത്. 45 മിനിറ്റിൽ ഒരു ബൈങ് എവിഡൻസ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിലൊരു എവിഡൻസ് വെയിറ്റിംഗ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ 4530 മുകളിലോട്ട് വീണ്ടും കയറാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല ഫോള് കണ്ടിന്യൂ, ഇവിടെ എല്ലാം ക്ലിയർ സെല്ലേരിയ നോക്കിയേ. 45 മിനിറ്റിലെ ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന ലെവലുണ്ടല്ലോ, അതിന് താഴോട്ട് ക്ലിയർ സെല്ലേരിയാണ്. വളരെ ഫാസ്റ്റ് മൂവ്മെൻറ്റിലായിരിക്കും മാർക്കറ്റ് എടുക്കുന്നത് സാധാരണ. ഓക്കെ, 1 അവറിലെ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്, അതാണ് ഈ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. 1 അവറിലെ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട് കണ്ടോ, റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടക്കുന്ന സെല്ലിംഗ് എവിഡൻസ് ആണ് അത്, ഈ ഒരെണ്ണം. ഇപ്പോഴിങ്ങനെ നിൽക്കുകയാണിത്, മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ഫോളോ ചെയ്യണം കണ്ടോ. ഇങ്ങനെ ഫോളോ ചെയ്യാൻ ചാൻസ് എന്തിനെല്ലാം ബേസ് ചെയ്തിട്ടാണെങ്കിൽ എന്ന് വെച്ചാൽ വീക്കിലി ചാർട്ട്, ഡേ ചാർട്ട്, മന്ത്ലി ചാർട്ട്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഈ ഫോളിനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ കരുതുന്നത് എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് കയറിയതിന് ശേഷമേ, അതായത് കുറച്ചും കൂടി മുകളിലോട്ട് കയറിയതിന് ശേഷമേ ഫോളോ ചെയ്യത്തുള്ളൂ. അതിനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഗ്ലോബൽ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാം. അതായത് വാർ സിറ്റുവേഷനാണ്. വാർ സിറ്റുവേഷനിൽ ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത കുറയുകയാണെങ്കിൽ, ഓയിലും കൂടി നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാം. ഓയിൽ നോക്കാം നമുക്ക്. ഓയിലിൻ്റെ റേറ്റ് കൂടുകയാണെങ്കിൽ ഗോൾഡ് റേറ്റിൽ വീണ്ടും ഒരു ഫോളിനുള്ള ചാൻസ് വരും. ഓക്കെ, കാര്യം വീണ്ടും US ഡോളർ സ്ട്രോങ് ആവാനുള്ള ചാൻസ് വരും. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ കൺട്രീസ് അവരുടെ സ്റ്റോക്ക് ഉള്ള ഗോൾഡ് വിറ്റഴിച്ചിട്ട് അത് ഡോളറിലേക്ക് മാറ്റി ഇതേപോലുള്ള ക്രൂഡ് ഓയിൽ ബൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിലവിലെ സിറ്റുവേഷൻസ്. ഇവിടെ നമുക്ക് 5 മിനിറ്റ് ഏറ്റവും നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന 5 മിനിറ്റ് ഉണ്ടല്ലോ, 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഒരു റീട്രേസ്മെൻറ്റ്. അതായത് ഇവിടെ എങ്ങും ബൈങ് എവിഡൻസ് ഒന്നും റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പില്ല 5 മിനിറ്റിൽ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു റീട്രേസ്മെൻറ്റ് അപ്പം ഉണ്ടാവും. അത് മിക്കവാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഒരു ഗ്യാപ്പ് അപ്പിലായിരിക്കും. ആ ഗ്യാപ്പ് അപ്പിന് ശേഷം ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എനിവേ നമുക്ക് മൺഡേ NY സെക്ഷനിൽ ലൈവ് ചെയ്യാം. NY സെക്ഷനിൽ നമുക്ക് നോക്കാം ഇനി മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫണ്ടമെൻ്റൽസ്, നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്ന മേജർ ഫണ്ടമെൻ്റൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മേജർ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ മൺഡേ 8 PM ഫെഡ് ചെയർമാൻ ജെറോം പോളിൻ്റെ സ്പീച്ച് ഉണ്ട്. സോ
സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എൻ്റയർ മാർക്കറ്റിൻ്റെ മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെയാണ്. പുള്ളിയുടെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 8 PM ആ സ്പീച്ച് വരുന്നത്. അത് ഗോൾഡ് മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് മാറ്റാം. ഓക്കെ, സോ എന്താണ് പുള്ളി പറയുന്നത് ഉള്ളത്? സോ 8 PM പുള്ളിയുടെ സ്പീച്ച് വരുന്നത്. എന്തെങ്കിലും പുള്ളി ഹാർവാർഡിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഓക്കെ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പുള്ളി സംസാരിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും, അതായത് പുള്ളി എന്താണ് മീഡിയയുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമായിരിക്കാം. അപ്പോഴേ എന്തെങ്കിലും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ടൈം അതിനുശേഷവും മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മേജർ ഫണ്ടമെൻ്റൽ എന്ന നിലയിൽ തന്നെയാണ്. കണ്ടോ, റെഡിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ജെറോം പോളിൻ്റെ സ്പീച്ചാണ് ഇമ്പോർട്ടൻ്റ്. മൺഡേ 8 PM. അതർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ട്യൂസ്ഡേയിൽ മേജർ ഫണ്ടമെൻ്റൽ എന്ന് വെച്ചാൽ ജോൾട്ട് ജോബ് ഓപ്പണിംഗ് ആണ്. ജോൾട്ട് ജോബ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ മേജർ ഡേറ്റ ആണ്. അത് റിലീസ് ആവുന്നുണ്ട് 7:30 PM. സോ ട്യൂസ്ഡേ മേജർ ഫണ്ടമെൻ്റൽ ഡേ തന്നെയാണ്. സോ മൺഡേയിൽ ഇമ്പോർട്ടൻറ്റ് ജെറോം പോളിൻ്റെ സ്പീച്ചാണ്. ട്യൂസ്ഡേയിൽ ജോൾട്ട് ജോബ് ഓപ്പണിംഗ്. ഓക്കെ, ഈ ഫണ്ടമെൻ്റൽസിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അടുത്ത മാസം, അതായത് അടുത്ത മാസം ഗോൾഡ് നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വരാനുള്ള മൂവ്മെൻറ്റ്. നെക്സ്റ്റ് വീക്കിലി ചാർട്ട് നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. വീക്കിലി ചാർട്ട് നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞു. ഓക്കെ, മന്ത്ലി ചാർട്ടിൻ്റെ കണ്ടീഷൻ ഇതാണ്. മന്ത്ലി ചാർട്ടിൽ ഹെവി ഒരു ഫോളാണ് ഈ ഒരു മാസം ഉണ്ടായിരിക്കുന്നത്. മന്ത്ലി ചാർട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, നിലവിലൊരു ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഒരു ഡിമാൻഡും ഉള്ള ഏരിയയിലല്ല നിൽക്കുന്നത്. നെക്സ്റ്റ് ഡിമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ക്രാഷാണ് ഗോൾഡ് മാർക്കറ്റിൽ വരാൻ പോണത്. ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിൽ, അതായത് സെപ്റ്റംബർ 2025 സെപ്റ്റംബർ മന്തിലെ ക്യാൻഡിലാണ്. ഇതിന് ലോവർ വിക്കില്ല. സോ അതുകൊണ്ട് ഇതിന് താഴേക്ക്, അതായത് 3500 താഴേക്കൊക്കെ ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. 4099 ലെവൽ വരെയാണ് ഈ ഒരു മാസം ഉണ്ടായിരിക്കുന്ന ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രൈസ്. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4099 ലെവൽ വരെയാണ് ഗോൾഡ് ഈ ഒരു മാസത്തിൽ ഫോളോ ചെയ്തത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ക്യാൻഡിൽ നിൽക്കുന്നത് കണ്ടീഷൻ ഞാൻ കാണിക്കാം. ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലാണ് വിത്ത് ലോവർ വിക്ക്. ഇതാണ് അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഉണ്ടായ പ്രൈസ് എന്ന് പറഞ്ഞാൽ 4099 ലെവൽ വരെയാണ് ഫോളോ ചെയ്തത്. ഓക്കെ, വീണ്ടും ഇവിടുന്ന് ഫോള് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 3500 ലെവലിലേക്ക് നെക്സ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം, അതായത് ഈ മാർച്ച് മന്തിൻ്റെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ പറഞ്ഞു എല്ലാ പ്രീവിയസ് മന്തും, അതായത് ജനുവരി മാസം നോക്ക്, അപ്പർ വീക്ക് ഉണ്ട്. കണ്ടോ, അതിന് മുന്നേ ഉള്ള മാസം ഡിസംബർ അപ്പർ വീക്ക് ഉണ്ട്. ഒക്ടോബർ മന്തിൽ ഇൻവെർട്ടർ ഹാമർ ആയതുകൊണ്ട് ഇതിന് മുകളിലേക്ക് മൂവ്മെൻറ്റ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, അതായത് ജനുവരി ഈ വർഷത്തെ ആദ്യത്തെ ഈ ഒരു ക്യാൻഡിൽ, ഇതൊരു ഇൻവെർട്ടർ ഹാമർ തന്നെയാണ്. ബട്ട് ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വന്നിട്ടില്ല. എവിടം വരെ മാക്സിമം മൂവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5410 ലെവൽ വരെ, 417 ലെവൽ വരെ. മാക്സിമം എവിടെ വരെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 5600 ലെവലാണ്. 5600. ഓക്കെ, അവിടെ വരെ മൂവ് ചെയ്യാതെ ഈ ക്യാൻഡിൽ, അതായത് ഫെബ്രുവരിയിലെ ക്യാൻഡിൽ നമുക്ക് ക്ലിയർ എന്തെന്ന് വെച്ചാൽ ഒരു സൈൻ തന്നു ഫോൾ വരാൻ പോകുന്നു എന്നുള്ള കാര്യം. അതൊരു ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് മാർച്ചിലെ ഫസ്റ്റ് വീക്ക് അനാലിസിസ് ചെയ്തപ്പോഴും ഞാൻ അത് പറഞ്ഞായിരുന്നു. പ്രീവിയസ് ക്യാൻഡിൽ നിൽക്കുന്നത് ഹാമർ സ്റ്റിക്ക് ക്യാൻഡിൽ ആയിട്ടാണ്, അതുകൊണ്ട് ഫോൾ വരാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ,
സി അഗെയിൻ മാർച്ച് മന്തിലും ഇപ്പോഴും ക്യാൻഡിൽ നിൽക്കുന്നത് ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലായിട്ടാണ്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് മന്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അതായത് ഏപ്രിൽ 1st ഡേയിൽ മേജർ ഫണ്ടമെൻ്റൽസ് ഉണ്ട്. ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, ഓക്കെ, കോർ റീറ്റെയിൽ സെയിൽ, അതുപോലെ തന്നെ ISM മാനുഫാക്ചറിങ് ഡേറ്റ റിലീസ് ആവുന്നുണ്ട്. ഏപ്രിൽ 1st ഡേ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വെനസ്ഡേ ആണ്. തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ തേഴ്സ്ഡേയിലേക്ക് നെക്സ്റ്റ് മന്തിലെ ഫസ്റ്റ് വീക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം, ഇമ്പോർട്ടൻ്റ് ഡേറ്റ. ഓക്കെ, ഫ്രൈഡേയിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. NFP ഡേറ്റ റിലീസ് ആവുന്ന ദിവസമാണ്. അടുത്ത മാസത്തെ NFP ഡേറ്റ റിലീസ് ആവുന്ന നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, ഇത് മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡേറ്റ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലെല്ലാം ഈ ഒരു ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വരും. ഫ്രൈഡേ ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാത്രം മാർക്കറ്റിലേക്ക് ഇറങ്ങുക. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ നോക്കാം. നേരത്തെ ഫ്രീ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുമായിരുന്നു. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ, ഫ്രീ ആയിട്ട് നമുക്ക് നേരത്തെ അവൈലബിൾ ആയിരുന്നു, അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയുണ്ടെന്ന് മാർക്കറ്റിൽ. യെസ് ഐ തിങ്ക് നമുക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. യെസ്, ഓക്കെ. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഗോൾഡ് നോക്കാം. സിൽവർ, വേർ ഈസ് ഗോൾഡ്? യെസ്, ഗോൾഡ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ മോർ സെല്ലേഴ്സ് ആണ്. 93.3% സെല്ലേഴ്സ് ആണ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിൽ. ഓക്കെ, സോ മോർ സെല്ലേഴ്സ് ആണെങ്കിൽ പ്രൈസ് മുകളിലോട്ട് വരാനാണ് ചാൻസ്. ഓക്കെ, മുകളിലോട്ട് വരാനാണ് ചാൻസ്, പ്രൈസ് മുകളിലോട്ട് കയറാനുള്ള ചാൻസാണ്. പുട്ട് ആൻഡ് കോൾ റേഷ്യോൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ബിലോ ന്യൂട്രലാണ് പുട്ട് ആൻഡ് കോൾ റേഷ്യോ. ഓക്കെ, ക്വാർട്ടർ റിപ്പോർട്ട് കിട്ടുമോ നോക്കാം. based on quote report not available. Quote report not available because premium വേണം, നമുക്ക് ക്യാഷ് കൊടുത്തെടുക്കാൻ താല്പര്യമില്ല. ഓക്കെ, quote report not available. ഇനി മാർക്കറ്റ് എൻഡ് ആയപ്പോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യാം. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ചെക്ക് ചെയ്യണം. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ചെക്ക് ചെയ്യാതെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് ഒരു ഫൂളിഷ്നെസ് ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്, അതായത് മാർക്കറ്റ് എൻഡ് ആയപ്പോൾ മോർ ബയേഴ്സ് ആണ്, ബയേഴ്സ് കൂടുതലാണ്.
നമ്മൾ ഒരു പ്രൈസ് ഫോൾ ഉണ്ടായ ആ ഒരു ടൈമിൽ നല്ല ഫോളോ ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോഴും നമ്മൾ കണ്ടതാണ് ഒരു 68% ഉള്ളായിരുന്നു ബയേഴ്സ്. ബട്ട് ഇപ്പോൾ 71% ബയേഴ്സ് ഉണ്ട്. അതാണ് ബയേഴ്സ് കൂടുകയാണ്. ബയേഴ്സ് ഒരു 75% ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഫോളോ ചെയ്യും, പ്രൈസ് ഫോളോ ചെയ്യും, സെല്ല് വരാനുള്ള ചാൻസ് കൂടും. ഓക്കെ, സോ ഇതാണ് ഗോൾഡിലെ കണ്ടീഷൻസ്. സോ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഗോൾഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഓയിലിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കിയേക്കാം. ക്രൂഡ് ഓയിൽ ജസ്റ്റ് ഒന്ന് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓയിലിൽ നമ്മൾ എന്താണ് റിയൽ ട്രേഡ്സ് ഒന്നും ചെയ്യണില്ല. യു എസ് ഓയിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കാര്യം യു എസ് ഓയിൽ ചെക്ക് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, യു എസ് ഓയിലിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോഴ് ഗോൾഡ് മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, യു എസ് ഓയിൽ ഭയങ്കര ഒരു അൾട്രാ വോളിയം ഹൈ ബൈസ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മാസത്തിൽ. കണ്ടോ, ഈ ഒരു മാസത്തിൽ ഓയിലിലെ മൂവ്മെൻറ്റ് കണ്ടോ, അതായത് വാറ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള മൂവ്മെൻ്റ് ആണ്. 67 നിന്ന് ഇത് 120 ലെവൽ വരെ മാക്സിമം മൂവ് ചെയ്തു. 140 മുകളിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ എണ്ണവില കൂടും, വീണ്ടും കൂടും, എണ്ണവില കൂടും. അതായത് നമ്മളെല്ലാം നല്ല രീതിയിൽ ബാധിക്കും. 140 ലെവലിന് മുകളിൽ കയറുക. ഇപ്പോൾ മാക്സിമം എത്ര വരെ പോകുമെന്ന് വെച്ചാൽ 120 ലെവൽ വരെയാണ് മൂവ് ചെയ്ത്. ഇനി 2 ദിവസം കൂടിയാണ് മാർക്കറ്റ് എൻഡ് ആവാനുള്ളത്. അപ്പർ വിക്ക് ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ബട്ട് ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ എത്തിയിട്ടില്ല. 98% നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഇനിയുണ്ട്. ഓക്കെ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഡേ ചാർട്ട് ഒന്ന് നോക്കാം. ഡേ ചാർട്ട് വീണ്ടും ബുള്ളിഷ് മൂവ്മെൻറ്റ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു അപ്പർ വിക്ക് വരെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ രീതിയിലും. വീണ്ടും കണ്ടോ, ഡേ ചാർട്ടിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് ഓവർ സോൾഡ് ഏരിയയിൽ നിന്ന് തിരിച്ച് കയറുമോ, കയറുന്ന കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റമായിരിക്കും. ബട്ട് വൺ തിങ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ ബൈങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഡേ ചാർട്ടിൽ ന്യൂ ബൈങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഓയിലിൻ്റെ കേസാണ് ഞാനീ പറയുന്നത്. ഓക്കെ, 4 hourലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മൂവ്മെൻറ്റ് മാർക്ക് ചെയ്തതാണ് ഈ മൂവ്മെൻറ്റ് അല്ലേ, ഇതിന് മുകളിലോട്ട് മൂവ്മെൻറ്റ് വരാനുള്ളത്. കറക്റ്റ് ഇതാണ്ടായി, അതിന് മുകളിലോട്ട് മൂവ്മെൻറ്റ് വന്നു. ഓക്കെ, കറക്റ്റായിരുന്നു. കണ്ടോ, ഇവിടെ ഒരു ബൈങ് എവിഡൻസ് ഉണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് മുകളിലോട്ട് വരുമെന്നാണ് പറഞ്ഞത്. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് മുകളിൽ വന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണത്. ഈ ഒരു ബൈങ് എവിഡൻസ് മാർച്ച് 18 ഇട്ടത്. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അതിന് മുകളിലോട്ട് മൂവ്മെൻറ്റ് വരുമെന്ന്. കറക്റ്റ് അതിന് മുകളിലേക്ക് മൂവ്മെൻറ്റ് വന്നു. കണ്ടോ. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്കാണ്. ബട്ട് ടേക്ക് ടൈം എടുക്കും, അത്രയാണ്. ഓയിലിൻ്റെ കണ്ടീഷൻ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഓയിൽ മൂവ്മെൻറ്റ് മുകളിലോട്ടാണെങ്കിൽ, ഫർദർ മുകളിലോട്ട് മൂവ്മെൻറ്റ് വന്നാൽ അത് ഗോൾഡിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കും. നമുക്ക് ഗോൾഡും ക്രൂഡ് ഓയിലും തമ്മിൽ ഒരു റിലേഷൻ പറയാൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതെല്ലാം ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും. കുറച്ച് മുന്നേ വരെ അതൊരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരുന്നു. ബട്ട് അത് മേ ബി പ്രൊപ്പോർഷണൽ ചാൻസ് ഉണ്ട്. രണ്ടും ഒരേ കണക്ക് മുകളിലോട്ട് കയറിപ്പോവാം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഗോൾഡ്, US ഓയിൽ, ഇതിലൊരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇവിടെ 4 hour ചാർട്ട് ഓവർ ബ്രോട്ട് കണ്ടീഷനിലാണ്.
സോ അതുകൊണ്ട് ഇനി ഒരു റിജക്ഷൻ വരും. റിജക്ഷൻ വന്നിട്ട് പിന്നെയും കയറും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഈ മാർക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു ലെവൽ. ഞാൻ അതാണ് ഈ ആരോ ഇവിടെ മാർക്ക് ചെയ്തത്. ശരിക്കും ഇവിടെ ഞാൻ ഈ ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈനാണ് ഞാൻ എടുത്ത് മുകളിലോട്ട് വെച്ചത് നേരത്തെ. ഓക്കെ, ഈ മുകളിലോട്ട് മാറ്റിയില്ലേ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരച്ചിട്ടാണ്. സെൽ എവിഡൻസ് ഒന്നും തന്നെ ഇതിൽ വെയിറ്റിംഗ് ഇല്ല, അതായത് US ഓയിലിൻ്റെ കേസിൽ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എനിവേ നമുക്ക് ഇതാണ് പറയാനുള്ളത്. ഇപ്പോഴും നമുക്ക് മാർക്കറ്റ് BTC മാർക്കറ്റ് ഇപ്പോഴും റണ്ണിങ് ആണ്. BTC വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. BTC BTCയിൽ എന്തെങ്കിലും മാർക്കിങ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ മാത്രം ചെയ്യും. BTC മാർക്കറ്റൊക്കെ ചത്ത അവസ്ഥയാണ്. BTCയിലങ്ങ് ഒരു പുതിയ ബൈങ് എവിഡൻസ് 4 hour ബേസ് ചെയ്തിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ നമ്മുടെ ഈ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 5 minute വെയിറ്റ് ചെയ്യും. ഓക്കെ, വിത്തിൻ 5 minute നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിത്തിങ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ അത് നോക്കാം. എനി അതർ കറൻസി പെയർസ് ഓർ പ്രീഷ്യസ് മെറ്റൽസ്, എനിത്തിങ്. ഓക്കെ, സിൽവറിൻ്റെ കണ്ടീഷനും കൂടി ഒന്ന് നോക്കിയേക്കാം. സിൽവർ ഗോൾഡിൻ്റെ ഒപ്പം ഒരു തിരിച്ച് കയറിയിട്ടുണ്ടാവും കുറച്ചൊന്ന്. ഗോൾഡിൻ്റെ കണക്കൊന്ന് തിരിച്ച് കയറി, അത്രേ ഉള്ളൂ. സിൽവറിൽ ഈ ഒരു സപ്ലൈ ലെവലിൽ ടെസ്റ്റ് ചെയ്ത് അവിടുന്ന് റിജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഈ സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ഇത് മുകളിലോട്ട് 74 ലെവലിൽ വരെ പോവാം. ഈ സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ മേക്ക് ചെയ്യാം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാൽ വീണ്ടും ഡൗൺ ഫർദർ ഡൗൺ. ഓക്കെ, സോ കഴിഞ്ഞു നമ്മുടെ അനാലിസിസ്. നെക്സ്റ്റ് വീക്കിലേക്കുള്ള മൂവ്മെന്റ് anything related to this you can ask on comment box. Okay, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഇനി 3 minute കൂടി വെയിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ ലൈവ് എൻഡ് ചെയ്യുകയാണ്. സോ ഗോൾഡ് ബിയറിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്, വീക്ക്ലി ചാർട്ടിലാണ് കൂടുതലും പ്രോബബിലിറ്റി ഉള്ളത്. വീക്ക്ലി ചാർട്ട് കാര്യം പ്രീവിയസ് വീക്ക് ഒരു നോ ഡിമാൻഡ് ക്യാൻഡിലായിട്ടാണ് എൻ്റെ ആയിരിക്കുന്നത്. സിൽവറിൻ്റെ കേസ് എന്താണെന്ന് നോക്കാം. സിൽവർ വീക്ക്ലി ചാർട്ട് സിൽവറും ഏകദേശം അങ്ങനെ തന്നെയാണ്, നോ ഡിമാൻഡിലാണ് നിൽക്കുന്നത്.
ബട്ട് അതൊരു അൾട്രാ വോളിയം ഹൈ ബൈ ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. ഗോൾഡ് എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ. അങ്ങനെ ക്യാൻഡിലിൻ്റെ വോളിയം ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു, ശ്രദ്ധിച്ചില്ല. ക്യാൻഡിൽ വോളിയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ക്ലിയർ നോ ഡിമാൻഡ് തന്നെയാണ്, നോ ഡിമാൻഡ് ക്യാൻഡിലാണ്. സോ അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ ഫോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. യെസ്, വേറെ ഒന്നുമല്ല, നമ്മുടെ ഡ്രോയിങ് എല്ലാം പോയിരുന്നു, ഞാൻ അതെല്ലാം റിക്കവർ ചെയ്തതാണ്. ഓക്കെ, ഈ കീ ലെവൽസുകളെല്ലാം ഇങ്ങനെ തന്നെ വേണം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇതെല്ലാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എവിഡൻസിൻ്റെ ബേസിലാണ് ഈ ലൈനുകളെല്ലാം ഇട്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. 175 മേളിൽ ഡ്രോയിങ് ഉണ്ട് ഇപ്പോഴും. ഓക്കെ, 4 ഹവറിലെ കണ്ടീഷൻ ഇതാണ്, കണ്ടോ. 4 ഹവർ ബേസ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ലെവൽ വരെ മൂവ് ചെയ്യാൻ, ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് 4 ഹവർ ബേസ് ചെയ്തിട്ടാണുള്ളത്. വീക്കിലി ചാർട്ട് ബേസ് ചെയ്തിട്ട് ഫോളിനുള്ള ചാൻസ്, മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് ഫോളിനുള്ള ചാൻസ്, 1 ഹവർ ബേസ് ചെയ്തിട്ട് ഫോളിനുള്ള ചാൻസ്, 2 ഹവർ ബേസ് ചെയ്തിട്ട് ഫോളിനുള്ള ചാൻസ്. ബട്ട് 45 മിനിറ്റ് ബേസ് ചെയ്തിട്ടും 5 മിനിറ്റ് ബേസ് ചെയ്തിട്ടും 4 ഹവർ ബേസ് ചെയ്തിട്ടും മുകളിലോട്ടുള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്, ബുള്ളിഷ് മൂവ്മെൻറ്റിന്. ഓക്കെ, ഇതാണ് ഗോൾഡിൽ പറയാനുള്ളത്. സോ എനിവേ നമുക്ക് നിർത്താം, ആർക്കും ഒന്നും ചോദിക്കാനില്ല. എനിവൺ ഹാവ് എനി ക്യൂറീസ്? ഓക്കെ, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ ഒരു അനാലിസിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ഇത് റെക്കോർഡഡ് ആണ്, ഈ വീഡിയോസ് റെക്കോർഡഡ് വീഡിയോസ് ആണ്, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഇത് ചെക്ക് ചെയ്യാം. സോ ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും. മൺഡേ എൻവൈ സെക്ഷൻ നോക്കാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അതായത് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പറ്റുന്ന ഡേയിൽ എൻവൈ സെക്ഷൻ നോക്കാം. മൺഡേയിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ജെറോം പോളിൻ്റെ സ്പീച്ചാണ്. ആ സമയത്ത് നമുക്ക് നോക്കാം. അയാളുടെ സ്പീച്ച് നമുക്ക് എന്തായാലും ലൈവ് കേൾക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് പറയുമെങ്കിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് തിങ് ആണ്, അത് ശ്രദ്ധയിൽ വെക്കുക. 8 മണിക്കാണ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പോളിൻ്റെ സ്പീച്ച് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് see you again. Okay, thank you for watching.